ദിവസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ നമ്മളും ദൈവമായിട്ടുള്ള ഒരു വലിയ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. മനുഷ്യന്റെ നോട്ടവും ദൈവത്തിന്റെ നോട്ടവും എപ്രകാരമാണെന്ന് ഇവിടെ ദാവീദിനെ ദൈവം രാജാവായി തെരഞ്ഞെടുക്കുന്ന ആ സാഹചര്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം പറയുന്നത്, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞ വാക്യമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. പ്രയോഗിച്ചോ. ഇസ്രായേലിന്റെ രാജാവ് ശൗലായിരുന്നു. തന്റെ വിവേകശൂന്യമായ ശുശ്രൂഷകൾ കൊണ്ട് യഹോവയായ ദൈവം ശൗലിന്റെ രാജ്യത്വത്തെ തള്ളിക്കളഞ്ഞു. അതിനെ ഓർത്ത് ശമൂവേല് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ദൈവാത്മാവ് ശമൂവേലിന് സംസാരിക്കുന്നത്, ഞാൻ അവനെ രാജസ്ഥാനത്ത് തള്ളിക്കളഞ്ഞിരിക്കുന്നു, നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. എന്നിട്ട് യഹോവയായ ദൈവം പറയുക, കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും, അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ക്ഷണിക്കാം, യാഗത്തിന് ക്ഷണിക്കാം. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്ന് പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെ എന്ന് ചോദിച്ചു. അതിനവൻ, ശുഭം തന്നെ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവിനെന്ന് പറഞ്ഞു. എന്നിട്ട് ശമൂവേൽ ചെയ്തത് എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുക. അവൻ യിശ്ശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷേകത്തിന് ഇതായെന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്ന പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയെ ഹൃദയത്തെ നോക്കുന്നു എന്ന ഞാൻ വചനഭാഗം വായിച്ചത്. നമ്മൾ വായിച്ചവരുടെ പരിചയമുള്ള എങ്കിലും ഒന്നുകൂടെ നമ്മുടെ ഓർമ്മയിലിരിക്കാൻ വേണ്ടിയാ. ഇപ്പൊ ശൗലിനെ രാജസ്ഥാനത്ത് തള്ളിക്കഴിഞ്ഞ് ആ സ്ഥാനത്ത് വേറൊരു രാജാവിനെ ആവശ്യമായതുകൊണ്ട് ശമൂവേൽ പ്രവാചകനോട് ദൈവം അവനിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നീ യിശ്ശായിയുടെ ഭവനത്തിൽ ചെല്ലണം. അവിടെയുള്ള മൂപ്പന്മാരെ എല്ലാവരും കൂടെ കൂട്ടി യിശ്ശായിയുടെ വീട്ടിൽ എനിക്കൊരു യാഗം കഴിക്കണം. അപ്പോൾ അവിടെ വെച്ച് യിശ്ശായിയുടെ മക്കളെ എല്ലാം വിളിച്ചു വരുത്തണം. അവരുടെ യിശ്ശായിയുടെ മക്കളിൽ ഒരുവനെ ഞാൻ എനിക്ക് രാജാവായി കണ്ടിട്ടുണ്ട്. അത് ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. അപ്പോൾ നീ എന്ത് ചെയ്യണം? അവനെ അഭിഷേകം ചെയ്യണം. അവന്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കരുത്. ഇതൊക്കെ ദൈവാത്മാവ് പറയുന്നത്. അപ്പം ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ, യഹോവയെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ എല്ലാം കൃത്യതയോടും വ്യക്തതയോടും കൂടെയാണ് ചെയ്യുന്നത്. മനുഷ്യൻ ഒരുപാട് ഊഹാപോഹങ്ങൾ ചെയ്യുമ്പോൾ, ഊഹാപോഹങ്ങളിലൂടെ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ദൈവമെല്ലാം വ്യക്തമായിട്ട് കണ്ടും കേട്ടും അറിഞ്ഞും ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയെന്ന്, ഹല്ലേലൂയ, അവന്റെ കുടുംബം, പശ്ചാത്തലം, മാത്രമല്ല ദൈവത്തിന് എങ്ങനെ അവനെ ഉപയോഗിക്കാൻ പറ്റും, അവൻ ദൈവത്തിന് നിൽക്കുവോ, യഹോവയുടെ ഇഷ്ടമെല്ലാം അവൻ നിറവേറുമോ, ദൈവഹിതം അവൻ ചെയ്യാൻ പ്രാപ്തനാണോ എന്നുള്ളതെല്ലാം ദൈവം അവനെ മനസ്സിലാക്കും. ഇത് തന്നെയാണ് ദൈവം നമ്മോടും ചെയ്യുന്നത്.
ദൈവം നമ്മുടെ മുഖമോ പൊക്കമോ നിറവോ വർണ്ണമോ പാരമ്പര്യമോ നമ്മുടെ മഹിമയോ പണമോ സമ്പത്തോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കാതെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അല്ലറിയ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് നമ്മെ ദൈവസ്ഥാനത്ത് നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതമൊക്കെ നാം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ദൈവം നന്നായിട്ട് നമ്മെ അറിഞ്ഞിട്ടാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പ് വലിയ ശ്രേഷ്ഠമാണ്. പക്ഷെ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറിപ്പോകരുത്. പല ആളുകളും ദൈവം തെരഞ്ഞെടുത്തെങ്കിലും ആ തെരഞ്ഞെടുപ്പ് വ്യതിചലിച്ച് ലോകമോഹങ്ങളിലേക്ക് പോയി. അവർക്ക് ലോകമാണ് വലുത്, ലോകത്തിന്റെ കൂട്ടുകെട്ടുകളാണ്, ലോകത്തിന്റെ ഇമ്പങ്ങളാണ്, ലോകത്തിന്റെ പ്രഥമമാണ്, ഇവിടുത്തെ ആഡംബര സുഖജീവിതമാണ്, ഇവിടുത്തെ സുഖലോലുപമായ ജഡത്തിന്റെ ചിന്തകളാണ് അവർക്ക് വരുന്നത്. അതുകൊണ്ട് പലരും തെറ്റിപ്പോയി, ശൗലിനെ പോലെ പലരും വീണു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ആ സ്ഥാനത്താണ് ദൈവം ദാവീദിനെ ഇസ്രായേലിലെ രാജാവായി വാഴിക്കുന്നത്. ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം തള്ളിയതിനാൽ അവന് പകരമായി ഒരാളെ രാജാവായി അഭിഷേകം ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ബേത്ലഹേമിനായ ഇശായിയുടെ മകൻ ദാവീദിനെയാണ് ദൈവം അതിനു വേണ്ടി പരിഗണിച്ചത്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയക്കാര് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണമെന്ന് അവർ ഒന്നിച്ചു കൂടിയിരുന്ന് അമ്മയല്ലേ ഒരു വ്യക്തിയെ കുറിച്ച് പഠിച്ചിട്ട് അങ്ങനെയാണ് ഒരാൾക്ക് പരിഗണന കൊടുക്കുന്നത്. അതെല്ലാം താൽക്കാലികമാണ്. അല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്ന രാജാവ് എന്ന് പറയുന്നത് അല്ലേലൂയ ദൈവം തെരഞ്ഞെടുത്തതാണ്. അല്ലേലൂയ. ദൈവമാണ് അവനെ പരിഗണിച്ചത്. പവിഴ നിറമുള്ളവൻ, സുനേത്രൻ, കോമൾ എന്നീ മഹാത്മ്യങ്ങളും ദാവീദിനുണ്ട്. 1 ശമൂവേൽ 16-12 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലൂയ. ഉടനെ അവൻ ആളയച്ചവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു. അവന്റെ സൗന്ദര്യത്തെക്കുറിച്ചും സ്വഭാവ വർണ്ണത്തെക്കുറിച്ചും ഒക്കെ എല്ലാം ദൈവത്തിനറിയാം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ആരാണെന്നും നിന്റെ കുടുംബം എന്താണെന്നും നിന്റെ കുടുംബ ജീവിതം എന്താണെന്നും നിന്റെ നിറം എന്താണെന്നും നിന്റെ പൊക്കം എന്താണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും നിന്റെ നിറം എന്താണെന്നും നിന്റെ സംസാരം എന്താണെന്നും എല്ലാം ദൈവത്തിന് അറിയാം കേട്ടോ. നീ വേറെ ആരെയും ധരിപ്പിക്കണ്ട. ചിലർ എന്റെ മക്കളങ്ങ് ഭയങ്കര പാപമാണ്, എന്റെ മക്കളോ ചക്കരയും തേനുമോ ഭയങ്കര പാപമാണേ, അവരോടും ദൂർത്തടിക്കുന്നവരും അല്ലെങ്കിൽ മോശക്കാരും വേറെ ആരും കാണത്തില്ല. എന്നാലും പറയും നല്ലവനാണെന്ന്. പക്ഷെ ദൈവം അത് പറയില്ല കേട്ടോ. അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെല്ലാം നന്നായിട്ട് അറിയാം. നമ്മുടെ സ്വഭാവ ഗുണങ്ങളൊന്നും നമ്മൾ ദൈവത്തോട് പറയണ്ട, എല്ലാം ദൈവം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, അല്ലേലൂയ, ശൗലിന്റെ ഭൃത്യന്മാരുടെ ദൃഷ്ടിയിൽ ദാവീദിന്റെ യോഗ്യതകൾ കിന്നര വായനയിൽ നിപുണൻ, പരാക്രമശാലി, യോദ്ധാവ്, വാക്ചാതുര്യമുള്ളവൻ എന്നിവയാണ്. അല്ലേലൂയ. ശൗലിന്റെ അല്ലേലൂയ ഭൃത്യന്മാരിലെ ദാവീദിനെ കുറിച്ചുള്ള ചിന്തയാണ് സ്തോത്രം 16 അല്ലെങ്കിൽ 18 വാക്യം എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബാലിക്കാരിൽ ഒരുത്തൻ ബേത്ലഹേമിനായ ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവായിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു എന്ന് ശൗലിന്റെ ഭൃത്യന്മാർക്കും ദാവീദിനെ കുറിച്ചൊരു അറിവുണ്ട്. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. അവൻ അല്ലേലൂയ സ്തോത്രം എന്ന് ഇതൊക്കെ പറയും. ഇശായിയുടെ 8 പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായ ദാവീദിനെ അഭിഷേകം ചെയ്യണമെന്ന് ദൈവം പറയാം. അപ്പൊ ഇശായിക്ക് 8 മക്കളാണ്. 8 മക്കളിൽ 8ാമനായിരിക്കുന്ന ദാവീദിനെ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ, ഇസ്രായേലിന്റെ ന്യായപാലനം ചെയ്യുവാൻ, ഇസ്രായേലിനെ ഭരിക്കുവാൻ അവനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് യഹോവയായ ദൈവമാണ് ശമൂവേൽ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് വചനം പറയുന്നത്, ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നവനായതുകൊണ്ട് അവൻ തന്റെ യുവ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുകയും തന്റെ ബാല്യത്തിലെ പാപങ്ങളുടെ മോചനം കണ്ടെത്തുകയും ചെയ്തവനായിരുന്നു. അപ്പം ദൈവം ഹൃദയത്തെ ശോധന ചെയ്തുകൊണ്ട് ദാവീദിന്റെ യുവപ്രായത്തിലുള്ള പാപങ്ങളെ കുറിച്ച് അവൻ ശോധന ചെയ്യുകയും, ഒരുപക്ഷെ നമ്മൾ ഏറ്റുപറഞ്ഞ പോലെ ദാവീദ് ഏറ്റുപറഞ്ഞ് ദൈവത്തിന് സ്വയം സമർപ്പിക്കുകയും ചെയ്ത മനുഷ്യനാണ് അല്ലേലൂയ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി. അല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലേലൂയ. സ്വന്തം അല്ലെങ്കിൽ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ ദാവീദിനെ അല്ലേലൂയ
ശമൂവേൽ അഭിഷേകം ചെയ്തു. തനിക്ക് ജ്യേഷ്ഠന്മാരായിട്ട് 7 പേരുണ്ട്. 7 പേരും തന്റെ അപ്പനും അമ്മയും മറ്റ് ആളുകളും ഒക്കെ നിൽക്കുന്ന കൂട്ടത്തിലാണ് എട്ടാമനായിരിക്കുന്ന ഇശ്ശായിയുടെ മക്കളിൽ എട്ടാമനായിരിക്കുന്ന ദാവീദിനെ യഹോവയായ ദൈവം ശമൂവേലിനെ കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അത് രാജ്യത്വം അല്ലെങ്കിൽ നിലനിൽക്കുന്നതാണെന്ന് അവർക്ക് വെളിപ്പെടുത്തിയില്ല. ആ അഭിഷേകം അവന്റെ രാജ്യത്വം നിലനിൽക്കുന്നതാണ് അവന്റെ വീട്ടുകാർക്കാർക്കും വെളിപ്പെടുത്തിയില്ല. കാരണം ശമൂവേലിന്റെയും ദാവീദിന്റെയും സുരക്ഷിതത്വത്തിന് അത് ആവശ്യമായിരുന്നു. അപ്പോൾ യഹോവയെ ദൈവം പറഞ്ഞില്ല, ഞാന് ശൗലിനെ രാജസ്ഥാനത്ത് നീക്കിയെന്നും ആ സ്ഥാനത്ത് ദാവീദിനെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് ശമൂവേലിൽ കൂടെ അത് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് യഹോവയായ ദൈവം വെളിപ്പെടുത്തിയില്ല. കാരണം അങ്ങനെ വെളിപ്പെടുത്തിയ ഒരുപക്ഷെ ആ വീട്ടിൽ വലിയ കലഹം ഉണ്ടാകാം, ഒരു സംഘർഷം ഉണ്ടാകാം, കൂടി വന്നവരുടെയിൽ വലിയ സംഘർഷം ഉണ്ടാക്കാം, ശൗലും കൂട്ടിയും പ്രശ്നം ഉണ്ടാക്കിയേക്കാം. ദാവീദിന്റെയും ശമൂവേലിന്റെയും ജീവിതം ഒരുപക്ഷെ അപകടത്തിലായേക്കാം. അതുകൊണ്ട് യഹോവയായ ദൈവം അത് വെളിപ്പെടുത്തിയില്ല. സ്തോത്രം. അല്ലേ? ദാവീദ് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. പ്രൈസ്. ഈ തൈലക്കൊമ്പിൽ കൊണ്ടുവന്ന ആ തൈലമെടുത്ത് ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യഹോവയുടെ ആത്മാവ് ദാവീദിന്മേൽ വന്നു. പ്രൈസ്. എല്ലാം പദ്ധതിയാ, ദൈവത്തിന്റെ കണക്കുകൂട്ടല എല്ലാം. കേട്ടോ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ പറയട്ടെ, ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയൊരു കണക്കുകൂട്ടലുണ്ട്. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഈ ഭൂമി ജീവിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നടന്ന് നിങ്ങൾ ശൗലിനെ പോലെ നിങ്ങളുടെ ജീവിതം തകർത്ത് കളയരുത്. ഹല്ലേലൂയ. ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തതാ. ശമൂവേലിനെ കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിച്ചത്. പക്ഷെ അവൻ ദൈവ ഇഷ്ടം ചെയ്തില്ല, ദൈവഹിതം നിറവേറിയില്ല. അവൻ വിവേകശൂന്യനായി ദൈവത്തെ മറന്നു. ഹല്ലേലൂയ. അത് മുഖാന്തരം എന്താണ് ശമൂലിന് നഷ്ടപ്പെട്ടത്? രാജ്യത്വം മാത്രമല്ല, അവനുള്ള സ്വർഗരാജ്യം കൂടെ നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. അവസാനവൻ കുന്തത്തെ വീണ് മരിക്കേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന പ്രൈസിലേക്ക് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നിങ്ങൾക്കൊരു നിയോഗം തന്നു, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പാതയിലൂടെ മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. മറ്റൊരു വഴി നീ കണ്ടുപിടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്ന് മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവ ഹൃദയത്തെ നോക്കുന്നു. ഹല്ലേലൂയ എന്ന് അരുളി ചെയ്തു. അപ്പം ഒരു സ്തോത്രം, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ചില സംഭവങ്ങൾ പറയാം. ഹല്ലേലൂയ. ഒരു മികച്ച സംഗീത വിദ്വാൻ ഒരു വലിയ സംഗീത വേദിയിൽ വെച്ച് സംഗീതം ആലപിച്ചു. ഹല്ലേലൂയ. ജനങ്ങൾ സന്തോഷപൂർവ്വം രസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അയാളുടെ ഹൃദയത്തിൽ വലിയൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പക്ഷേ ഞാൻ അറിയപ്പെടാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഇത്രമാത്രം ജനം രസിക്കുമായിരുന്നു. നമ്മളൊക്കെ ചില വേദികളിലൊക്കെ നമ്മൾ ശക്തമായി മീറ്റിംഗ് ചെയ്യുമ്പോൾ, ശക്തമായി ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ, നിങ്ങളെ ജനം പുകഴ്ത്തുമ്പോൾ, വാനോളം ഉയർത്തുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ചിന്ത വരും, എന്നെ ആരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ ഇത്രമാത്രം ജനം പുകഴ്ത്തുമായിരുന്നോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ സംഗീതം ആലപിച്ച മനുഷ്യൻ എന്ത് ചെയ്തു? അടുത്ത ദിവസം ഒരു ഭിക്ഷക്കാരന്റെ വേഷം ധരിച്ച് തിരുവീതിയിൽ നിന്നുകൊണ്ട് തന്റെ വയലിൽ വിട്ടുവാൻ തുടങ്ങി. തലേദിവസം എന്ത് ചെയ്തു? ഇദ്ദേഹം നല്ലൊരു സ്റ്റേജിനകത്ത് ഉഗ്രമായ പെർഫോമൻസ് ചെയ്തവനാ. അപ്പം തന്നെ എല്ലാവരും അറിയുന്നത് കൊണ്ടാണ് തനിക്ക് ഇത്രമാത്രം ആരവാരങ്ങളും കൈയടിയൊക്കെ കിട്ടിയത്. പിറ്റേ ദിവസം ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ തിരുവീതിയിൽ നിന്നുകൊണ്ട് തന്റെ വയലിൻ വീട്ടി വളരെ മനോഹരമായി വചനം വളരെ മനോഹരമായി അദ്ദേഹത്തിന് അത് വായിക്കുവാൻ കഴിഞ്ഞു. ആ വയലിൻ വായിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ജനങ്ങളോ അദ്ദേഹത്തെ പരിഹസിച്ചു. സ്തോത്രം. ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിച്ചു. ഹല്ലേലൂയ. ഇന്നലെ പ്രശംസിക്കപ്പെട്ട അതേ രാഗം തന്നെ അദ്ദേഹം പിറ്റേ ദിവസം ആ വയലിനെ കൂടെ നീട്ടിയെന്നുള്ളതാണ്. ഹല്ലേലൂയ. വയലിൽ കൂടെ നീട്ടി. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ തിരിഞ്ഞുപോലും നോക്കിയില്ല. ഇന്ന് നമ്മൾ അങ്ങനല്ലേ കാണാം. നമുക്കറിയാം, വഴിയോരങ്ങളിൽ നിന്ന് പാട്ട് പാടുന്നവരെ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാറില്ല.
എത്രയോ യാചകരും എത്രയോ ആരോരും ഇല്ലാത്തവരും നല്ല സംഗീതോപകരണങ്ങൾ കൊണ്ട് പെരുവഴിയിൽ നിന്ന് ആ സംഗീതം ആമയും വീട്ടുന്ന കാണുമ്പോൾ നമ്മൾ അവരെ മൈൻഡ് പോലും ചെയ്യാറില്ല. എന്നാൽ ലോകപ്രശസ്തരായിരിക്കുന്ന വയലിലും മറ്റു ഉപകരണങ്ങളിലും പാട്ടുകളൊക്കെ പാടാൻ കഴിവും പ്രാപ്തിയുള്ളവരൊക്കെ നല്ല സ്റ്റേജുകളിൽ വന്ന് അവരുടെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ജനമെല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അല്ലേലിയ. അപ്പൊ എന്താണ് മനുഷ്യൻ അല്ലേലിയ കണ്ണിന് കാണുന്നതും നോക്കുന്നു, എന്നാൽ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു എന്ന് ഈ മനുഷ്യന് മനസ്സിലായി. അല്ലേ? അപ്പൊ ഇസ്രായേലിനെ ഭരിക്കുവാൻ വേണ്ടി കർത്താവ് പുതിയ രാജാവിനെ നിയമിക്കണമെന്ന് ജനങ്ങൾ പ്രവാചകരായ ശമൂവേലിനോട് പറഞ്ഞപ്പോൾ ശമൂവേൽ ഇശായിയുടെ പുത്രന്മാരെ അന്വേഷിച്ചിറങ്ങി. പ്രൈസറോ. അപ്പൊ ശമൂവേലിന് അങ്ങൊരു നിയോഗം കിട്ടുക. ശൗലിനെ രാജസ്ഥാനത്ത് നീക്കി, ആ നീക്കിയ സ്ഥാനത്ത് ഒരാളെ രാജാവ് അഭിഷേകം ചെയ്യണം. അതിനെക്കുറിച്ച് യഥാർത്ഥമായ വെളിപ്പാട് ദർശനം ജനങ്ങൾ ശമൂലിനോട് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ യഹോവയായ ദൈവം ശമൂലിനെ അതിനുവേണ്ടി നിയോഗിച്ചു. അല്ലേലിയ. അപ്പം ഇശായിയുടെ മക്കളെ തിരഞ്ഞിറങ്ങുകയാണ്. അല്ലേലിയ. അവിടെ ഇശായിയുടെ മൂത്ത പുത്രനായ ഏലിയാവിനെ കണ്ടിട്ട് അവന്റെ മുഖമോ പൊക്കമോ മുഖമോ അവന്റെ മുഖവും പൊക്കവും കണ്ടിട്ട് ഇവനാകുന്നു ഇസ്രായേലിനെ ഭരിക്കുവാൻ യോജിച്ചവനെന്ന് അല്ലേലിയ ശമൂവേൽ കരുതി. മൂത്ത മകൻ ഏലിയാവ. അവൻ നല്ല ഹൈറ്റുള്ളവൻ, വെയിറ്റുള്ളവൻ, കഴിവുള്ളവൻ, യുദ്ധപ്രാപ്തൻ. എല്ലാം കൂടെ നോക്കിയപ്പോൾ ശമൂവേലിനൊരു ചിന്ത, ഇവനായിരിക്കും യോഗ്യൻ. അല്ലേലിയ. എന്നാൽ കർത്താവ് നീ അവനെ നിഷേധിക്കുക. അതേ മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ നോക്കുന്നു. അവിടെ എന്താണ്? ശമൂവേൽ കണ്ണിന് കാണുന്നത് നോക്കി, കർത്താവ് ഹൃദയത്തെ നോക്കുന്നു. കർത്താവിന് മനസ്സിലായി ഏലിയാവിനെ അല്ല ഇസ്രായേലിന്റെ രാജാവായി കൊണ്ടുവരേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കത പണവും പ്രതാപവും സ്ഥാനവും മാനവും പേരും പ്രശസ്തിയും പുകഴ്ചയും ഒക്കെ നിനക്കുണ്ടായിരിക്കും. നിന്റെ ഹൃദയം ശരി അല്ലെങ്കിൽ ദൈവം നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്നില്ല. ദൈവത്തിന് പ്രയോജനമുള്ളവരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിനക്ക് തന്നിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പ് നീ അധികം ഉറപ്പാക്കിക്കൊണ്ട് നീ ദൈവത്തിന്റെ വഴിയിലൂടെ ഓടിക്കോണം. കാരണം നിന്നെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. പലരെയും മാറ്റി നിർത്തിയിട്ടാണ്, പലരുടെയും മുമ്പിൽ വെച്ചാണ് ദൈവം നിന്റെ മേലൊരു അഭിഷേകം പകർന്നത്. അതിനെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രൈസലോ. നിന്റെ വിളി എന്താണ്, തെരഞ്ഞെടുപ്പ് എന്താണെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ടാണ് 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു നോക്കണം. അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവിൻ. ഹല്ലേലൂയ. നാം വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിയില്ലെങ്കിൽ നാം പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മറിമായങ്ങളിൽ വീണ് ഞാനും നിങ്ങളും തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ വചനം വ്യക്തവും ശക്തമായി നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ശൗലിനെ രാജസ്ഥാനത്ത് നീക്കിക്കഴിഞ്ഞിട്ട് ആ സ്ഥാനത്ത് രാജാവ് ആവശ്യമാണെന്ന് ജനങ്ങൾ ശമൂവേലിനോട് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം ശമൂവേലിനോട് ഇടപെട്ടു. ഹല്ലേലൂയ. നീ കൊമ്പിൽ തൈലവും നിറച്ച് ബേത്ലഹേമിനായിരിക്കും ഇശായിയുടെ ഭവനത്തിലേക്ക് ചെല്ല്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടമായവനെ, എനിക്ക് നിശ്ചയമുള്ളവനെ, എന്റെ ഹിതമനുസരിച്ച് ഇസ്രായേലിന്റെ രാജാവായി ആരെ നിയമിക്കണമെന്ന് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. രക്തം ചെയ്യും. ഇതെല്ലാം ദൈവത്തിന്റെ നിയോഗമാകട്ടോ. ഹല്ലേലൂയ. പലരും ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങളോട് ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ ജീവിതം തന്നെ തകർന്ന് ദൈവത്തിന് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നേരായ പാതയിലൂടെ വളർത്തി അവർക്ക് ദൈവവചനത്തെ കുറിച്ചുള്ള ബുദ്ധി ഉപദേശം നൽകിക്കൊടുത്തവരെ മാനസാന്തരത്തിൽ നയിക്കണം. അല്ലേലും എന്നെ കേൾക്കുന്ന യുവക്കന്മാർ പറയട്ടെ, നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് നീ വിവേകശൂന്യനായി മാറിയ ശൗലിനെ പോലെ നീ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിന് പകരം ലോകത്തിന്റെ ഹിതം നിറവേറ്റാൻ നടന്നാൽ ശൗലിന്റെ ജീവിതത്തിന്റെ പരാജയം എന്തായിരുന്നു അതേപോലെ ആയിരിക്കും നിന്റെ ജീവിത പരാജയം. പ്രൈസലോ. അതുകൊണ്ട് ദൈവ ഇഷ്ടം അറിഞ്ഞ് നീ നിൽക്കണം. കാരണം മനുഷ്യൻ കണ്ണിന് കാണുന്നതാണ് നോക്കുന്നത്. പ്രൈസലോ.
യഹോവ നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ, നമ്മുടെ ഹൃദയത്തിന്റെ അന്തരിന്ദ്രിയങ്ങളെ നന്നായിട്ട് വായിച്ചറിയുന്നവൻ. കാരണം നമ്മെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. എന്നെ കേൾക്കുന്ന യുവാക്കന്മാർ പറയട്ടെ, നിന്നെ സൃഷ്ടിച്ചവൻ ദൈവമാണ്, നിന്നെ നിർമ്മിച്ചവൻ ദൈവമാണ്, നിന്നെ ഉണ്ടാക്കിയവൻ ദൈവമാണ്. നീ പരിണാമ സിദ്ധാന്തങ്ങളുടെ കുരങ്ങിന്റെ വാല് മുറിഞ്ഞ് നീ മനുഷ്യനായി വന്നവനല്ല, രൂപപാപം മാറി വന്നവനല്ല. നിലത്തെ പൊടി കൊണ്ട് നിന്നെ സൃഷ്ടിച്ച് അല്ലേരിയ മൂക്കിൽ ശ്വാസം ഊതി നീ ജീവനുള്ള ദേഹിയായി തീർന്ന നിന്റെ കൂടെ ജീവിക്കുക, നിനക്ക് തക്കതായ തുണയെ നിന്നിൽ തന്നെ വെട്ടിയെടുത്ത്, ആദമിൽ തന്നെ വെട്ടിയെടുത്ത് ആമയെ സ്ത്രീയാക്കി അവന് തക്ക തുണയെ കൊടുത്തു. അല്ലേലിയ. എന്ന പാമ്പിന്റെ വാക്ക് കേട്ട്, സർപ്പത്തിന്റെ വാക്ക് കേട്ട്, സാത്താന്റെ വാക്ക് കേട്ട് ഔവ്വ പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ കുടുംബം തന്നെ തകരുവാൻ കാരണമായി. പ്രൈസ് ദി ലോർഡ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല ദൈവം നോക്കുന്നത്. യഹോവ നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു. യഹോവയായ ദൈവം മാധവനെ ആവുകയും അവരുടെ ഹൃദയത്തെ നോക്കി. അവർ പാപം ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു? ഏദൻ പാർദീസ നഷ്ടപ്പെട്ടു. അല്ലേലൂയ. മാത്രമല്ല തോട്ടത്തിന് വെളിയിലായി. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, നീ ദൈവത്തിന്റെ കൽപ്പന നിരസിച്ച് ദൈവകൽപ്പന പ്രമാണിക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം നീ നടന്നാൽ ലോകത്തിന്റെ ശത്രുവായിരിക്കുന്ന, ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന, ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന പിശാച് സാത്താൻ അവന്റെ വാക്ക് കേട്ട് നീ ദൈവഹിതം നിറവേറാൻ തയ്യാറാകാതെ ലോകത്തിന്റെ ഇഷ്ടത്തിന് യാത്ര ചെയ്താൽ ആമി സ്തോത്രം, ആദവിനെ ആമി തോട്ടത്തിൽ തള്ളിക്കളഞ്ഞതുപോലെ ദൈവം നിന്നെ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് ആദ്യം ഉറപ്പാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ഇശായി ഹല്ലേലൂയ അബീദാമിനെ വിളിച്ചു. ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. അപ്പോൾ അവൻ, യഹോവ ഇവരെയും തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇശായി ശമ്മയെയും വരുത്തി. ഇവനെയും യഹോവ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. ഹല്ലേലൂയ. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇശായി തന്റെ മക്കളിൽ 7 പേരെ ശമൂവേലിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിക്കഴിഞ്ഞപ്പോൾ ശമൂവേൽ അവരെ നോക്കിയിട്ട് പറയും, ഇവരെ ആരെയും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവരെ ആരെയും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. അല്ലേ? നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ നയിക്കുകയായിരുന്നു. 7 പേരുടെയും മുഖവും പൊക്കമൊക്കെ നോക്കിയാ ഇസ്രായേലിലെ രാജാവായിരിക്കാൻ കൊള്ളത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ശമൂവേൽ ചോദിച്ചു, നിന്റെ പുത്രന്മാരെല്ലാവരുമായോ? അപ്പൊ ഇശായി പറഞ്ഞു, ഇനി ഉള്ളതിൽ ഏറ്റവും ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറവുള്ളവന് സുനേത്രന് കോമള രൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് വന്നു മുതൽ ദാവീദിന് മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് ഹല്ലേലൂയ രാമയിലേക്ക് പോയി. കണ്ട ദൈവം നിയോഗം. നിങ്ങൾ ആ ഭാഗമൊക്കെ വായിച്ചിട്ട് നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ജീവിതത്തിൽ ജനിച്ച നാൾ തൊട്ട് 36 വയസ്സ് വരെ മദ്യം കൊണ്ട് മാത്രം നിറയപ്പെട്ടൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റെ മാതാപിതാക്കൾ മദ്യത്തിൽ നിന്ന് ഒഴിവായത് ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം. 2000 ഞാൻ വിശ്വാസത്തിൽ ഞാൻ വിശ്വാസം വരുന്നു. അതിനുശേഷമാണ് എൻ്റെ മാതാപിതാക്കൾ മദ്യത്തിൽ നിന്ന് ഒഴിവായി. എൻ്റെ പിതാവ് കർത്താവിനെ സ്വീകരിക്കുന്നു, എൻ്റെ മാതാവ് കർത്താവിനെ സ്വീകരിക്കുന്നു. പിന്നെയാണ് അവർ മദ്യത്തിൽ നിന്ന് ഒഴിവാകുന്നത്. അതിനു മുമ്പുള്ള കാലഘട്ടം മുഴുവൻ ഏകദേശം എൻ്റെ 36 വയസ്സ് മദ്യം കൊണ്ട് നിറയപ്പെട്ട് മദ്യം കുടിക്കുന്നൊരു ഭവനത്തിനകത്ത് എന്നും വഴക്കും ബഹളവും പ്രശ്നവും അടിയും ബഹളവും ആയിട്ടായിരുന്നു ഞങ്ങളുടെ കുടുംബജീവിതം മുഴുവൻ. ഒരിക്കൽ പോലും സമാധാനം സന്തോഷം കിട്ടിയിട്ട് നല്ലൊരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിഞ്ഞിട്ട് നല്ലൊരു ഡ്രസ്സ് ഇടാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവർ നടക്കം കഴിഞ്ഞ് സമൂഹത്തിൽ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നവരായി ഞങ്ങളെ കുറ്റപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ പട്ടിണിയുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ച് 36 വയസ്സ് എൻ്റെ ജീവിതത്തിൽ ഏകദേശം 25 വർഷം മദ്യത്തിനും മയക്കും ലഹരിക്ക് അടിയപ്പെട്ട് ഒരു പാപിയായി എന്നെ
ഹല്ലേലൂയ. എന്റെ നാട്ടിൽ അനവധി ആളുകളുണ്ടായിരുന്ന അനവധി ആളുകൾ എന്നെക്കാൾ കോമള സുനേത്രം ഭവനങ്ങളോടുള്ളവനുമായിരിക്കുന്ന പാരമ്പര്യത്തിൽ കുടുംബത്തിൽ കുടുംബ പശ്ചാത്തലം മകമ പണം സമ്പത്ത് വിദ്യാഭ്യാസം കഴിവുകൾ അനവധി ആളുകൾ എന്റെ നാട്ടിലുണ്ടായിരുന്നു. അതിന്റെ നടുവിൽ നിന്നാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത് കേട്ടോ. ഹല്ലേലൂയ. എന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം എന്നെ വിളിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, പാപത്തിന്റെ ചിന്തകളെ എന്റെ ഉള്ളിൽ വെളിപ്പെടുത്തുന്നത് ഞാൻ അവ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, കർത്താവ് അങ്ങ് എത്ര മഹാ ദൈവമാ, അല്ലേ എന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠരായി എന്നവരുണ്ടായിരുന്നു. അതിന്റെ നടുവിൽ നിന്നല്ലേ എന്നെ ദൈവം തെരഞ്ഞെടുത്ത് ഞാൻ ഓർത്ത ദൈവത്തെ അന്ന് സ്തുതിക്കും ഇന്ന് സ്തുതിക്കും കേട്ടോ. അതുകൊണ്ട് ദൈവത്തിനറിയാൻ ഞാനും അവന്റെ ഹിതമൊക്കെ നിറവേറുന്നവനാണ്. അപ്പൊ ദാവീദ് ദൈവത്തിന്റെ ഹിതമൊക്കെ നിറവേറുമെന്ന് ദൈവം യഹോവയായ ദൈവം ദാവീദിനെ കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെ എന്റെ ജീവിതകാലം മുഴുവൻ ഞാനും അതിനുവേണ്ടി എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ആമി ലോകത്തിന്റെ പാപത്തിൽ നിന്ന് ചെളിക്കുഴിയിൽ നിന്നെ വീണ്ടെടുത്ത്, എന്നെ കേൾക്കുന്ന യുവതീവാക്കാൻ പറഞ്ഞ നിന്റെ ലോകത്തെ ചെളിക്കുഴിയിൽ വീണ്ടെടുത്ത് ദൈവം നിന്നെ ഉത്തമനാക്കി നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതം നീ നിറവേറാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇവിടെ കൂട്ടുകെട്ടുകൾ, ഇവിടുത്തെ കൂട്ടുകെട്ട്, ഇവിടെ സമ്പർക്കങ്ങൾ, ഇവിടെ സംസർഗങ്ങൾ, ഇവിടുത്തെ ഇടപാടുകളൊക്കെ കൊണ്ട് നീ നടന്നാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് നിത്യതയാണ്. പണ്ടെപ്പോഴും രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, പണ്ടെപ്പോഴും സ്നാനപ്പെട്ടതുകൊണ്ട്, പണ്ടെപ്പോഴും ദൈവസഭ വന്നതുകൊണ്ട് നിത്യതയിൽ പ്രവേശിക്കാമെന്ന് നീ ചിന്തിക്കരുത്. ആമേ വീട്ടിൽ അപ്പനും അമ്മയും വിശ്വാസിയായതുകൊണ്ടോ അപ്പനും അമ്മയും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടോ നിനക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ല. ഹല്ലേലൂയ. ആമേ നിനക്ക് സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ നീ ദൈവരാജ്യത്തിൽ ചേരണമെങ്കിൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ കാണുന്ന ആകാശമേഘങ്ങൾക്കപ്പുറത്ത് സ്വർഗമുണ്ട്. അവിടെ നിത്യരാജ്യമുണ്ട്. അവിടെ പിതാപുത്ര പരിശുദ്ധാത്മാവ് ഗരൂപുകൾ സാറാവുകൾ വിശുദ്ധന്മാർ 24 മണിക്കൂറും ദൈവത്തെ മഹത്വപ്പെടുന്ന ആ സ്വർഗീയ പരദീസയിൽ നീ എത്തണമെങ്കിൽ ആമീൻ നീ ദൈവത്തിന്റെ ഹിതം നിറവേറുന്നവനായിരിക്കണം. രക്തം ചെയ്യും ദൈവത്തിന്റെ ഹിതം നിറവേറുന്നവന് മാത്രമേ അവിടെ ചെല്ലാൻ കഴിയുള്ളൂ. അല്ലാതെ നിന്റെ വീട്ടിലുള്ളവരെല്ലാവരും വിശ്വാസിയായതുകൊണ്ട്, അവർ ദൈവത്തെ ആരാധിച്ചതുകൊണ്ട്, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാനങ്ങ് സ്വർഗത്തിൽ ചേരുമെന്നുള്ള നിന്റെ ഊഹാപോഹം, നിന്റെ മൂഢമായ ചിന്തകൾ കൊണ്ടല്ലോ, അത് നിന്നെ നിത്യ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിന്റെ തെരഞ്ഞെടുപ്പ് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം മനുഷ്യർ ഹല്ലേലൂയ കാണുന്നത് പോലെ, മനുഷ്യർ കാണുന്നത്, കണ്ണിന് കാണുന്നത് നോക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നാണ്. ലോകം നോക്കുമ്പോൾ അവൻ വിശ്വാസിയാണ്, ദൈവമകനാണ്, ദൈവമക്കളുടെ വീട്ടിലാണ്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട് എന്നൊക്കെ ലോകം നോക്കും. പക്ഷെ ദൈവം നിന്റെ ഹൃദയത്തെ നോക്കുകയാണ്. ദൈവം നിന്റെ ഹൃദയത്തെ ശോധന ചെയ്യുമ്പോൾ ഹല്ലേലൂയ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. അതുകൊണ്ടാണ് 139 സങ്കീർത്തനം എഴുതിയപ്പോൾ സംഗീതക്കാരൻ എഴുതി, യഹോവ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു എല്ലാം അവൻ അറിയുന്നു. അതെ, ദൈവം നിന്നെ ശോധന ചെയ്ത് അറിയുന്നവനാ. നിന്റെ അന്തരേന്ദ്രിയങ്ങളെ, നിന്റെ സ്വഭാവത്തെ, നിന്റെ ചിന്തകളെ, വാക്കുകളെ, നിന്റെ പ്രവൃത്തിയെ, നിന്റെ കൈകളുടെ പ്രവൃത്തി, നിന്റെ കാലുകളെ പ്രവൃത്തിയെ, നിന്റെ കണ്ണിന്റെ നോട്ടത്തെ, നിന്റെ ചെവിയുടെ കേൾവിയെ, നീ ശ്വസിക്കുന്നതിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ, നിന്റെ നാവിനെ എല്ലാം ദൈവം ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മെ മുഴുവനായി അറിയുന്ന ദൈവം ഒരുവൻ മാത്രം, യേശുക്രിസ്തു മാത്രം. രക്തക്ഷയം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് കർത്താവ് കാണുന്ന ഒരേ ഒരു സൗന്ദര്യം ആത്മാവിന്റെ സൗന്ദര്യമാണ്. കർത്താവ് കാണുന്ന ഒരേ ഒരു സൗന്ദര്യം എന്താ? ആത്മാവിന്റെ സൗന്ദര്യമാണ്. നാം വില കൂടിയ പൗഡർ ഇട്ടതുകൊണ്ടോ, വില കൂടിയ സോപ്പിട്ട് കുളിച്ചത് കൊണ്ടോ, വിലയേറിയ വസ്ത്രം ധരിച്ചത് കൊണ്ടോ, വിലയേറിയ പെർഫ്യൂം നമ്മൾ അടിച്ചത് കൊണ്ടോ ഒന്നും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചുളുങ്ങിയ തൊലികളൊക്കെ ആമി നിവർത്തുവാൻ വേണ്ടിയിട്ട് വിവിധ കെമിക്കലുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ. അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിന് ആമി വർണ്ണയുടെ സൗന്ദര്യം വരുത്തിയാലും ആമി നിന്റെ ശരീരത്തെ, നിന്റെ സൗന്ദര്യത്തെ വർണ്ണിപ്പിക്കുന്നതിന്റെ കാതിലും കഴുത്തിലും ചെവി മുഴുവൻ തുളച്ച്, ചില കാണത്തില്ലേ അവൻ ചെവിയുടെ അല്ലെങ്കിൽ ചെവിയുടെ ഇവിടം മുതൽ ഇവിടം പിടിയും തുളച്ച്, രണ്ടിടത്തും തുളച്ച് എന്തൊക്കെയോ വായി പുത്തിക്കൊണ്ട് നടക്കുന്നത്. ആമൻ അല്ലെങ്കിൽ ചെവിക്ക് പോലും താങ്ങാൻ പറ്റാത്ത, ചെവിക്ക് പോലും ഭാരം പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ ചെവിയെ കുത്തിത്തുളച്ച് കയറ്റിയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കൂടാതെ വേറൊന്ന് കണ്ടിട്ടില്ലേ? അതും കൂടെ മൂക്ക് 2 സൈഡും തുളച്ച് മൂക്കിനകത്തൂടെ അതും കുത്തിത്തിളച്ച്, മാത്രമല്ല മൂക്കിലും ഇട്ടത് പോരാ, കൈയുടെ 10 വിരലിലും പല സാധനങ്ങളും പല നിറത്തിലും രൂപത്തിലും ഇട്ട്, അതും പോരാഞ്ഞ് 2 കയ്യിലും നിറച്ച്, ഈ കയ്യടി ഇവിടെ കൂടെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ? അത് പുറപ്പിന് അരയിലും ഇഷ്ടം പോലെ അപ്പം വന്ന് കാലിന്റെ അല്ലെങ്കിൽ കാൽത്തളയായി, കാലിൽ വിരളെ വരെയായി.
അങ്ങനെ മനുഷ്യൻ സൗന്ദര്യം വരുത്താൻ വേണ്ടി ശരീരമാസകരം പൊന്നുകൊണ്ട് അലങ്കരിച്ചാലും നിന്റെ സൗന്ദര്യത്തെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അല്ലേ? നിന്റെ ശരീരം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞാലും, നീ സ്വർണത്തിൽ പൊതിഞ്ഞവനായിരുന്നാലും നിന്റെ സൗന്ദര്യത്തെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കേരളത്തിൽ ഒരു വലിയ വ്യാപാരി നിങ്ങൾക്കറിയാവോ? അല്ലറിയ, ഞാൻ പേര് പറഞ്ഞ് നിങ്ങൾക്കറിയാം. ആ വലിയ വ്യാപാരിയുടെ കാറ് ആമി സ്വർണം കൊണ്ട് പൊതിഞ്ഞതാ. അല്ലേരിയ, ആ വലിയ വ്യാപാരിയുടെ കാറ് സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ്. സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഗോൾഡൻ കളറുള്ള കാറിലാണ് അദ്ദേഹം നടക്കുന്നത്. ആ കാറിന് ഏകദേശം 10-75-80 ലക്ഷമൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് വരികയാണെങ്കിൽ ഞാൻ രൂപം പറഞ്ഞതാ കേട്ടോ. അത്ര വിലപിടിപ്പുള്ള സ്വർണ്ണത്താൽ പൊതിയപ്പെട്ട അല്ലറിയ കാറിൽ നീ യാത്ര ചെയ്താലും, നീ വില കൂടിയ ജീവിത സാഹചര്യങ്ങൾ കടന്നുപോയി വിലയേറിയ ഭവനങ്ങൾ പണിത് വലിയ വലിയ സൗധങ്ങളിൽ നീ താമസിച്ചാലും, അല്ലേരിയ, നിന്റെ സൗന്ദര്യത്തെ ദൈവം കാണുന്നില്ല. ദൈവം നിന്റെ ആത്മാവിന്റെ സൗന്ദര്യം, നിന്റെ ആത്മാവിനാൽ നീ വീണ്ടെടുക്കപ്പെട്ടവനാണോ? ആത്മാവിൽ നീ പുതുക്കം പ്രാപിച്ചവനാണോ? ആത്മാവിൽ നീ വീണ്ടും ജന്മം പ്രാപിച്ചവനാണോ? ആമി കർത്താവിന്റെ രക്തം കൊണ്ട് നിന്റെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിച്ച് നീ ദൈവത്തിന്റെ മകനായി മാറിയതാണോ? അങ്ങനെയുള്ളവന്റെ ആത്മാവിന്റെ സൗന്ദര്യത്തെ മാത്രമേ ദൈവം ഇഷ്ടപ്പെടുന്നുള്ളൂ. അല്ലാതെ നിന്റെ ശരീരത്തിനകത്ത് നീ വാരിക്കൂട്ടി ചെയ്തു കൂട്ടുന്ന ഒന്നിനും ദൈവം പ്രസാദിക്കുന്നില്ല. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന യുവദൈവക്കാന്മാർ പറയട്ടെ, നിന്റെ ശരീരത്തെ കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത്, ദൈവം നമ്മൾ കാണുന്നത് നമ്മുടെ ആത്മാവിന്റെ സൗന്ദര്യ, ദൈവഭക്തിയും വിനയ സ്വഭാവമാണ് സൗന്ദര്യം. നമ്മുടെ ദൈവഭക്തിയും വിനയത്തോടു കൂടിയുള്ള സ്വഭാവവും ആത്മാവിൽ ആരാധിക്കുന്നവനാണ്, അവനിലാണ് ദൈവിക സൗന്ദര്യമുള്ളത്. അല്ലേലൂയ, സ്തോത്രം, പ്രൈസോട്. അല്ലേലൂയ. നിങ്ങൾ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി എന്ത് ചെയ്താലും വ്യർത്ഥമാണ്. പുഴുവരിക്കുന്ന ശരീരത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആർക്കും വേണ്ട. നിന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്റെ പേര് ശവം വന്ന, നിന്റെ അഡ്രസ് മാറി. അല്ലേരിയ. പിന്നെ ചില മണിക്കൂർ കഴിയുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കി നിന്നെ കല്ലറയ്ക്കകത്തല്ല ശവപ്പെട്ടിയിൽ കൊണ്ട് മണ്ണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ശരീരം പുഴുവരിക്കുന്നതാ. ശരിയ. പുഴുവരിക്കുന്ന ശരീരത്തിനകത്തേക്ക് നീ എന്തെല്ലാം വായി തേച്ച് നിറച്ചു വെച്ചാലും അതുകൊണ്ട് നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയത്തില്ല. അല്ലെ, നീ കൃപിയാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. അതുകൊണ്ട് നിന്റെ ജീവിതം നീ കർത്താവിന് വേണ്ടി കൊടുക്കണം. പാപസുഖങ്ങളിൽ നീ വീണ് മരിച്ചു പോകരുത്. പാപത്തിന്റെ ഇഷ്ടങ്ങൾക്ക് നീ വിധേയപ്പെട്ടു പോകരുത്. കഴുത്തിൽ 10 പവന്റെ മാലയിട്ടാലും 5 പവന്റെ മാലയിട്ടാലും ദൈവത്തിന് നിന്നെ ഇഷ്ടമില്ല. ഇതെല്ലാം വീതിയിൽ എറിഞ്ഞ് കളയുന്നൊരു കാലഘട്ടമുണ്ട്. ഇതെല്ലാം മലമായിട്ട് തോന്നുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ കാതിലും കഴുത്തിലും എല്ലാം നീ അണിഞ്ഞിരിക്കുന്നത് വീതിയിലേക്ക് വലിച്ചെറിയുന്നൊരു ദിവസമുണ്ടെന്ന്. അതും മലമെന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർഗന്ധം വരുന്ന, മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന, മനുഷ്യൻ വിസർജിക്കുന്ന ആ മലത്തിന് തുല്യമായിട്ടാണ് നിന്റെ കാതിലും കഴുത്തിലും നീ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണത്തെ കുറിച്ച് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അല്ലേ, ഒരുപാട് ഭാഗത്ത് പറയണ്ട, എല്ലാ ഭാഗം ഇവിടെ പറയാൻ പറ്റത്തില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം കേട്ടോ. അല്ലേ, അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിന്റെ ആത്മാവിന് സൗന്ദര്യം വരുത്തണം. ഇശായിയുടെ 8 മക്കളിൽ 7 പേർക്കും ആത്മാവിൽ അവർ വീണ്ടെടുപ്പ് പ്രാപിച്ചില്ല. അവരുടെ ചെറുപ്രായത്തിൽ അവരുടെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിനെ സമർപ്പിച്ചിരുന്നില്ല 7 പേരും. എന്നാൽ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ചെറുപ്രായത്തിൽ തന്നെ, യൗവനത്തിൽ തന്നെ താൻ കുറ്റം ചെയ്തിട്ടും തന്റെ പാപമുണ്ട്, തന്റെ ജീവിതത്തിലെ കുറവുകളെ മനസ്സിലാക്കി ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് സമർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് സ്തോത്രം മറ്റുള്ളവർക്കില്ലാത്ത സൗന്ദര്യം അല്ലേലൂയ ദാവീദിനുണ്ടായത്. യഹോവയായ ദൈവം ദാവീദിനെ നോക്കിയപ്പോഴതാണ് അവൻ ഭാവിയുടെ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു എന്ന് പറയുന്നത്. അവന്റെ ആത്മാവിന്റെ സ്വഭാവമാണ്. ആത്മാവിൽ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ മുഖത്തതിന്റെ സൗന്ദര്യം വരുമെന്ന്. അല്ലെങ്കിൽ ആത്മാവിൽ വീണ്ടെടുക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അവരുടെ മുഖത്തിൽ ദൈവ തേജസ് നിറയും. ദൈവ തേജസ് നിറയപ്പെട്ട് കഴിയുമ്പോൾ അവർ സൗന്ദര്യമുള്ളവരായി മാറും.
രക്തജയം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർണ്ണക്കടയിൽ കിടക്കുന്നതെല്ലാം കൂടെ അതിന്റെ മുഖത്ത് വാരി പൊത്തരുത്. കെട്ടിടം പണിയുമ്പോൾ കെട്ടിടം പണിക്ക് അമല് ചാന്ത്, സിമെന്റ്, മണലിൽ എല്ലാം കൂടെ ചേർത്ത് കെട്ടിടത്തിന്റെ ചുമരിൽ അടിച്ചു തേച്ച് ഉറപ്പിച്ച് ചാന്ത് കൊണ്ട് പൊതിയുന്നത് പോലെ നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ, ശരീരമാകുന്ന ചുമരിനകത്ത് ഇവിടുത്തെ സ്വർണം കൊണ്ടും പൊന്നുകൊണ്ടും നീ പൊതിഞ്ഞ് കെട്ടിവെച്ചാലും. നമ്മൾ കേൾക്കല്ലേ, ഈ തമിഴ്നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഓരോരുത്തർ കാണല്ലേ, കഴുത്തും മാരിയൊക്കെ കഴുത്തൊക്കെ നിറച്ച് മാറിയിട്ട് നടന്നൊരു വ്യക്തിയെ കണ്ടിട്ടില്ലേ? ഇപ്പോഴും എന്താ കുറവ്? എന്ത് ചെയ്താലും അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് നമ്മുടെ ആത്മാവിന്റെ സൗന്ദര്യം നോക്കുന്നത് ദൈവഭക്തിയും വിനയ സ്വഭാവവും സൗന്ദര്യം തന്നെ. ജനങ്ങൾ ബാഹ്യമായ സൗന്ദര്യം മാത്രം നോക്കുക, മനുഷ്യനെ ബാഹ്യമായ സൗന്ദര്യം മാത്രം നോക്കുക. അതായിപ്പം അവിടെ ഇവിടെ എല്ലാം അത് വാരി തേച്ച് കെട്ടി പൊതിഞ്ഞു കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ലേരിയ ഇപ്പൊ സൗന്ദര്യവൽക്കരണത്തിന് ഒരുപാട് പേര് തുണിയില്ലാതെയും കൂടെ നടക്കുന്നത്. അങ്ങനെ വേണം പറയാൻ. തുണിയില്ല, നമ്മൾ കഴിഞ്ഞ വാർത്ത കണ്ടില്ലേ, മുമ്പും ഒക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ശരീരത്തിന്റെ അവയവങ്ങളെയൊക്കെ പുറമെ കാണിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന അനവധി സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ രണ്ട് പേര് പറയുന്നത് നമുക്കറിയാം. നിന്റെ അവസാനം നരകമാണ് കേട്ടോ. നിന്റെ അവസാനം നരകമാണ്. ദൈവഹിതമല്ലാത്തതിനു വേണ്ടി നീ ലോകത്തിലൂടി നീ ജീവിച്ച നിന്റെ ജീവിതത്തിന്റെ അവസാനം നരകമാണ് ശ്രോതാവി. അല്ലുരിയ. അപ്പം മനുഷ്യൻ ബാഹ്യമായത് നോക്കുന്നു, അല്ലുരിയ, യഹോവയെ ഹൃദയത്തെ നോക്കുന്നു. അതുകൊണ്ടാണ് സദൃശവാക്യം 30-ാം അധ്യായം 31-ാം അധ്യായം സദൃശവാക്യം 31-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. അല്ലുരിയ. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൻ, അവളുടെ സ്വന്തം പ്രവർത്തികൾ പട്ടണവാതിക്കൽ അവളെ പ്രശംസിക്കട്ടെ. സദൃശവാക്യം 31-ാം അധ്യായം അല്ലേലൂയ സ്തോത്രത്തിന്റെ 10 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങൾ ഒരു സ്ത്രീയുടെ ഉത്തമ സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. അത് സദൃശം 31-ന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അപ്പം പുറമേയുള്ള ലാവണ്യവും ലാവണ്യത്തെ വ്യാജമാണ്, സൗന്ദര്യം വ്യർത്ഥമാണ്. യഹോവ ഭക്തി ഉള്ളവളാണ് പ്രശംസിക്കപ്പെടുന്നത്. പുറമെ എന്തെല്ലാം ചെയ്താൽ പ്രയോജനമില്ലെന്നാണ്. ഹല്ലേലൂയ. ഇന്ന് പകരം കേൾക്കുന്ന മാതാപിതാ കർത്താവ് വരാൻ സമയമായി. എന്റെ പാപത്തിന്റെ പ്രവർത്തികൾ വിട്ട് നീ ശാപത്തിന്റെ അധീനതയിൽ പോകാതെ, ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാതെ നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ദാവീദിനെ പോലെ ദൈവത്തിന്റെ ഹിതം നിറവേറുന്നവളായി നിന്നെ ദൈവസ്ഥ ഏൽപ്പിച്ചു കൊടുക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇതേപോലെ നീ ഉപയോഗിച്ചതുപോലെ സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ എസ്തേറിനെ നീ ഉപയോഗിച്ചതുപോലെ, ഒരു മൊർദെഖായിയെ നീ ഉപയോഗിച്ചതുപോലെ, ഹല്ലേലൂയ, നിന്നെ ദൈവം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നീ ലോകത്തെ വിടണം. ലോകത്തെ നീ വിട്ടുമാ. അല്ലാതെ നിന്റെ ഇഷ്ടപ്രകാരം നീ ജീവിച്ച് നിനക്ക് നിത്യമായ രാജ്യത്തെ ചെല്ലാൻ കഴിയില്ല. ഇന്ന് കർത്താവ് വന്നാൽ, ഹല്ലേലൂയ, ഇന്ന് കർത്താവ് വന്നാൽ, പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന മുമ്പ് കർത്താവ് വന്നാൽ നീ ദൈവരാജ്യത്തെ കാണുവോ? അപ്പൊ ഈ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ കർത്താവ് വരുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. വേദപുസ്തകം പറയുമ്പോൾ കാണാം, വൈകിട്ടോ അർദ്ധരാത്രിക്കോ കോഴി കൂന്ന സമയത്ത് രാവിലെ വരുമെന്ന സുവിശേഷത്തിൽ പറഞ്ഞാൽ രാവിലെ ഏത് സമയത്തും വരുമെന്ന് അറിയത്തില്ല. അത് കർത്താവ് മധ്യാകാശത്തിൽ വന്നാൽ നീ അവിടെ കാണുവോ? പ്രൈസലോ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അപ്പൊ ഇവിടെ അന്ന് പരീശന്മാർ സദൂക്യരും നീണ്ട വെള്ള ആംഗികൾ ധരിച്ച് പുറമേയുള്ള അധർമ്മത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായിരുന്നു. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. കപടഭക്തിക്കാരെ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെയും നിങ്ങൾക്ക് ആ കഷ്ടം. വെള്ളം തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും മകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിവാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മോ നിറഞ്ഞവരെ എന്ന് കപടഭക്തിക്കാരായിരിക്കുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയും നോക്കിയിട്ട് നമ്മുടെ കർത്താവ് പറയുക.
ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അല്ലേലൂയ, യഹൂദന്മാരുടെ പതിവനുസരിച്ച് പെസഹാ പെരുന്നാളിന് അല്ലേലൂയ മുമ്പേ കല്ലറകളെല്ലാം വെള്ളം പൂശുന്ന ഒരു പതിവുണ്ട്. കല്ലറകളുടെ മീതെ കൂടെ നടന്ന് ആരും അശുദ്ധരാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. സംഖ്യാപുസ്തകം 19:16 നമുക്ക് കാണുന്നുണ്ട്. ശവക്കല്ലറയെ അല്ലേലൂയ തൊടുന്നവൻ 7 ദിവസം അശുദ്ധനായിരിക്കണം എന്നാണ് കൽപ്പന. കർത്താവ് ഇത് പറയുമ്പോൾ അവിടെ വെള്ളപൂശൽ പ്രക്രിയ ഏതാണ്ട് അവസാനിച്ച സമയമാണ്. ബാഹ്യമായ ആകർഷവും ആന്തരികമായ അശുദ്ധിയും തമ്മിലുള്ള ആന്തരത്തെയാണ് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പാലിസ്തോത്രം അവർ അല്ലെ സ്തോത്രം ആമേഷ്ടം വെള്ളം തെച്ച ശവക്കളുടെ നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്ന അകമയിൽ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും. അതെ, പുറമേ നല്ല ശോഭ വരുത്താൻ വേണ്ടി വില കൂടിയ വസ്ത്രം ധരിച്ച് പൗഡർ ഇട്ട് സുഖമായി നടന്നാലും ശരീരം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞാലും പുറമേ നിന്ന് എത്ര അഴക് വരുത്തിയാലും ലാവണ്യവും വ്യാജവും സൗന്ദര്യവും വ്യർത്ഥമാകട്ടോ. അല്ലരിയ നിന്നെ കുറിച്ച് പറയുന്നത് അല്ലരിയ വെള്ളം തേച്ച ശവക്കലറയോട് ഒത്തിരിക്കുന്ന അല്ലെങ്കിൽ വെള്ളം തേച്ച ശവക്കലറയോട് ഒത്തിരിക്കുന്നു. സ്തോത്രം. പുറമെ അഴകായി തോന്നിയാലും അല്ലരിയ പുറമെ അവ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകത്തെന്താ? കലറ അകത്തെന്താ? ചീഞ്ഞളിഞ്ഞ ശരീരങ്ങളും അസ്ഥികളും മാത്രം ദുർഗന്ധം വമിക്കുന്നത്. എന്ത് പറഞ്ഞ പോലെ പലരും പല വ്യാജമായി സൗന്ദര്യം വരുത്തും, പക്ഷെ അവന്റെ അകത്ത ദുർഗന്ധമാണ്. എന്നാൽ ഇശായിയുടെ മക്കൾ 7 പേരെ ദൈവം തെരഞ്ഞെടുക്കാതെ ദാവീദിനെ തെരഞ്ഞെടുത്തിന്റെ കാരണം എന്താണ്? ആത്മാവിൽ ശുദ്ധീകരണം പ്രാപിച്ചവനായിരുന്നു. തന്റെ കുറവുകളെ ദൈവത്തോട് ഏറ്റു പറഞ്ഞിരുന്നു. അവൻ ദൈവത്തോട് അടുത്ത് വസിച്ചവനാ. ദൈവ ഇഷ്ടം നിറവേറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പന്റെ ആടുകളെ കൊണ്ട് വനാന്തരത്തിൽ നടക്കുമ്പോഴും അവൻ സ്വർഗത്തെക്കുറിച്ച് കാണുമായിരുന്നു. അതുകൊണ്ടാണ് 19-ാം സങ്കീർത്തനം എഴുതിയത്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആകാശവിധാനം ദൈവത്തിലെ അവൻ കൈവേലി പ്രസ്തമാക്കുന്നു. പകൽ വാക്കുകൊടുക്കി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, ശബ്ദമില്ല, അവന് ശബ്ദം കേൾപ്പാനുമില്ല എന്നൊക്കെ അളവുനൂലിരിക്കും മനോഹര ദേശത്ത് ൊക്കെ ഈ ഭക്തൻ പാടിയത് എന്തുകൊണ്ടാണ്? അവന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരുന്നു. രക്തജയം. ഇതുപോലെ നിങ്ങൾ മാതാപിതാവി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദാവീദിനെ പോലെ നീ ദൈവം നിറവേറുന്നവരായി ഇതുപോലെ മടങ്ങി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തിരിച്ചറിയണം. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവേ, ശൗലിന്റെ രാജ്യത്തെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ശമൂലിനോട് പറഞ്ഞ് ധൈര്യക്കൊമ്പെടുത്ത് നിറച്ച് യാത്ര പുറപ്പെടുക. ബേത്ലഹേമിലായിരിക്കുന്ന ശായിയുടെ ഭവനത്തിൽ ആമിനി ചെല്ലുക. എനിക്ക് ബോധിച്ചവനെ ഞാൻ നിനക്ക് അവിടെ വെച്ച് കാണിച്ചു തരും. നീ അവരെ അഭിഷേകം ചെയ്യുക. അങ്ങനെ ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ കോവിഡ് ആത്മാവ് ദാവീദിന് മേൽ വന്നു. ദാവീദ് ഇസ്രായേലിൽ 40 വർഷം 6 മാസവും രാജാവായി മരിച്ച പിതാക്കന്മാരോടൊപ്പം നിദ്ര ചേർന്നു. കർത്താവ് ഈ കാലഘട്ടത്തിലും വ്യർത്ഥമായ സൗന്ദര്യത്തിന്റെ പുറക്കാണ് ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ കടന്നുപോയി മനുഷ്യൻ നഷ്ടപ്പെട്ട് ജീവിതം രാശിപ്പെടുത്തി കളയാതെ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ആത്മാവിന്റെ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവഗതം നിറവേറുന്നവരായി തീരുവാനിയുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യുവനത്തിലും വാർത്തത്തിലും ആരും വൃത്തരാസനരും യാചകരും ഓർഫനേജുകളുടെ ജീവിത തടവറയിലായിരിക്കും സകല ജനത്തെയും. രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കും സകല ജന വിവിധ ഗോത്രവിഭാഗങ്ങളെ ദ്വീപവാസികളെ കർത്താവി കരസേന വ്യോമസ്നാവിസന്ധികാരിൽ അദ്ദേഹത്തിൽ കോട്ടക്കമുള്ള കർത്താവി ക്രമസമാധാന പാലക നീ നിർമ്മാണ ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവി അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ജീവന രാജ്യരാഷ്ട്രം എല്ലാം ഓർത്ത് സഹകരണ പൊതുവെ ആരോഗ്യ വിദ്യ സാമ്പത്തിക മേഖല എല്ലാ മേഖലയായിരിക്കുന്ന സഹകരണ മേഖല കർത്താവി കർഷൻ വെക്കാൻ പോട്ടോ യൂണിയനകത്തായിരിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനെയും കരയിലും കടലും ആകാശമാർക്കും വാഹനം സെയിൽസ് ചെയ്യുന്നവർക്ക് ദേശം വിദേശം ജോലിക്കായി കിടന്നു കഷ്ടത്തിൽ പലപ്പോഴും രോഗികളായിരിക്കുന്നവർ പാപശാപ ബന്ധങ്ങൾ കടന്നു പോകുന്ന ലോകത്തിനിഷ്ടം കടന്നു പോകുന്നവർ കർത്താവി ചെയ്ത് കിടക്കുന്ന എല്ലാം പ്രാപ്തി കടലോര വാസികളെ കരിയിലും കർത്താവി വരുന്ന ചെറുവന്റെ വ്യാപാരി വ്യവസായി വലിയൊരു കച്ചവടക്കാരെ സോനിയോട് പ്രാപ്തി ശീലയിൽ കാർഷിക അങ്ങനെ വിവിധ മേഖലയായിരിക്കുന്ന എല്ലാ ജനതയും മദ്യത്തിൽ മയക്കിൽ ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ തീവ്രവാദ ഭീകരം വർഗീയതയിൽ അകപ്പെട്ട സകല ജനങ്ങൾ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട കർത്താവിന് വേണ്ടി ജീവിതം ഏൽപ്പിക്കുക ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ ലോകം മുഴുവൻ പാപത്തിലേക്ക് പോകുമ്പോൾ ലോകം മുഴുവൻ പാപ സ്വഭാവത്തിൽ വീഴുമ്പോൾ മനുഷ്യൻ മടങ്ങി വരട്ടെ. കർത്താവി മദ്യലോപികളും മൈക്കുലോപികളും പാൻമസാരയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു, തലമുറയെ നശിപ്പിക്കുന്നു, ദൈവത്തിന് അകറ്റിക്കളയുന്ന സകല പാപത്തിന് ജനം മടങ്ങി വന്ന് ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവരെന്ന് മാറിയതുപോലെ ഈ ജനം ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ആത്മാവിന്റെ ശുദ്ധീകരണം പ്രാപിപ്പാൻ അല്ലെങ്കിൽ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഈ പ്രഭാതത്തിൽ ദൈവമേ ജനത്തെ ദൈവമുഖം അന്വേഷിച്ച് എഴുന്നേൽപ്പാൻ ഈ ജനത്തിന് ആത്മീയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.